ഹായ്. അപ്പം ഞങ്ങൾ 31 ദിവസം 31st ഡേ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ കസാക്കിസ്ഥാനിലെ അറൽ എന്ന ഒരു വൺ ഓഫ് ദി ബിഗസ്റ്റ് സിറ്റി ആണ് അറൽ. അറലിൽ നിന്നും ടർക്കിസ്ഥാൻ, അതും കസാക്കിസ്ഥാൻ തന്നെയാണ്. അപ്പം അങ്ങോട്ടുള്ളൊരു ഒരാൾ മിസ്സിങ്. അതെല്ലാവരും ചേട്ടന്മാരാണ്. അപ്പോൾ ഒരു സിറ്റിയിൽ നിന്ന് മറ്റു സിറ്റിയിലേക്ക് പോവാണ്. ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഇന്ന് 730 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയാണ്. അതായത് കസാഖിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നീണ്ടു കിടക്കുകയാണ്. ഒരറ്റത്ത് നിന്ന് അങ്ങേ എത്തല്ലെങ്കിൽ 3 ദിവസം ഉണ്ട് അല്ലേ? കാരണം ലക്ഷ്യം എന്ന് പറയുന്നത് ലക്ഷ്യം മാർഗത്തിന് തടസ്സമല്ല. അപ്പം വെയിൽ കൊള്ളുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ലാസ്റ്റ് ഞങ്ങൾ പോവുകയാണ്. നമ്മൾ ആറലിനെ പറ്റി പറയുമ്പോൾ ആറലിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ആറലിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ശരിക്കും നമ്മുടെ കസാക്കിസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അറൽസു അല്ലെങ്കിൽ അറൽ സി എന്ന പ്രശസ്തമായ തടാകത്തിൻ്റെ കിഴക്കേ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് ഈ നഗരം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന തുറമുഖം നഗരമായിരുന്നു. അത് അറൽസു പഴയകാലത്ത് ലോകത്തിലെ 4ാമത്തെ വലിയ തടാകവും കൂടിയായിരുന്നു. ഇത് പക്ഷേ 20ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ഈ തടാകത്തിലെ വെള്ളം പയ്യെ വറ്റിത്തുടങ്ങി. അതിന് കാരണം എന്ന് വെച്ചാൽ 2 നദികൾ ഇതിനോട് ചേർന്ന് പോകുന്നുണ്ട്. ഒന്ന് അമു ദരിയ എന്ന നദിയും മറ്റ് സിർ ദരിയായും. ഈ നദിയിലെ വെള്ളം അവർ കൃഷിക്കായിട്ട് തുറന്നു വിട്ടു. ഈ നദി ശരിക്കും അവർ കൃഷിക്കായിട്ട് തുറന്നു വിട്ടതുകൊണ്ട് അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ അറൽസു ലേക്ക് തടാകത്തിലെ വെള്ളം വറ്റാൻ കാരണമായത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ നഗരം ശരിക്കും കടൽ തീരത്ത് നിന്ന് ഇപ്പം ഒത്തിരി അകലെയാണ് ഈ നഗരം. ഇപ്പോൾ നേരത്തെ ചേർന്നതാണ്. അപ്പം വെള്ളം പറ്റിയോടുകൂടി ശരിക്കും അകന്നു തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച്, ഈ അറലിനെ കുറിച്ച് ചെറിയൊരു വിവരണം എന്നുള്ളത്. ആദ്യമായിട്ട് അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റൊക്കെ കാണുന്നത് ഈ വഴിയിൽ. ഒരു പാലമാണ്, പാലത്തിൻ്റെ മുകളിൽ സ്ട്രീറ്റ് ലൈറ്റ്. അവിടെ എന്തോ ഒരു ഫാക്ടറി ഒക്കെ ഉണ്ട്, പവർ സ്റ്റേഷനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതേ ഓയിൽ കമ്പനിയാണോ എന്ന് അറിയത്തില്ല. ഓയിൽ കമ്പനി കുറിച്ചല്ല, അത് അതിൻ്റെ ഫാക്ടറിയൊന്നും അല്ല. ഇവിടുത്തെ ഒരു സെമിട്രിയാണ്. ഇത് സെമിട്രിയ വെച്ചിട്ട് ൊക്കെ ഒഴിവാക്കി. സൂപ്പർ ഐഡിയ. അന്നെടുത്ത് ഒരു ഭാരതത്തിന്റെ പ്രത്യേകത ഉണ്ടോ? അത് പക്ഷെ അത് വേറെ കാര്യമുണ്ട് സാധു. ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങോട്ടും പോകാനില്ല. ഞാൻ പറഞ്ഞതല്ല, ഉപയോഗിച്ചു സെമിട്രി ഒന്നുമില്ല. ഇതൊരു സെമിട്രിയാണ്. ഇവിടുത്തെ വൺ ഓഫ് ദി ബിഗസ്റ്റ് സെമിട്രി ആയത്. ഇത് കാണുന്നത്, സോറി,
നീളത്തിലുള്ളൊരു സെമിട്രി ഇവിടുത്തെ കസാക്കിസ്ഥാനിൽ. അയ്യോ, ഇത് വലിയൊരു പ്രദേശം മുഴുവനുണ്ട് അല്ലേ? മീൻ പിടിച്ച് കറി വെക്കാൻ പോവാണ് എന്നിട്ട് വൈകിട്ടത്തെ ഡിന്നറിന്. How much fish? Two. പോലെ Two? Big, small, മീഡിയം. middle? Good. How much? 1 kilogram. പെട്ടക്കണ മീൻ കണ്ടോ. മീൻ പിടിച്ചോ? മീൻ പിടിച്ചു. ഇന്ന് കിർഗിസ്ഥാനിൽ വന്നു, ഇവിടെ ലാൻഡ് ചെയ്തു. 2 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഹോട്ടലിൽ ഡിന്നർ കഴിക്കാൻ വന്നതാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ലൈവായിട്ടുള്ള ഫിഷ് ഉണ്ടെന്ന് പറഞ്ഞു. ഫിഷ് വേണമെന്ന് വെച്ചപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അത് തൂക്കിയാണ്. All two. അവർ തൂക്കിയാണ് മീൻ തരുന്നത്. അതിനുശേഷം ഫ്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Okay. One with chili. ചില്ലി